കഞ്ഞിയും ചക്കയും കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു തക്കാരം വെച്ചു. അപ്പോൾ അതിലേക്ക് ചക്ക നല്ലോണം എല്ലും കൊട്ടും ഇറച്ചിയൊക്കെ ഇട്ടിട്ട് വിരകിയെടുത്ത്, പിന്നെ അതിനൊന്ന് കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ കുറച്ച് ഐറ്റംസും എല്ലാം കൂടി കഞ്ഞിയിലിട്ട് നല്ലോണം മിക്സാക്കി കഴിക്കാൻ അത് വേറൊരു രസമാണ്. അപ്പം നമ്മൾ എല്ലിട്ടിട്ട് ചക്ക എങ്ങനെയാണ് വിരകിയെടുത്തതെന്ന് പറയാം. അപ്പം നല്ല എല്ലിൽ ഇറച്ചിയോട് കൂടിയിട്ടുള്ള പീസ് തന്നെ നമുക്ക് മേടിച്ചെടുക്കാം. അതിൻ്റെ സൂപ്പോട് കൂടിയിട്ടുള്ള കൊട്ട് പ്രത്യേകിച്ച് ചോദിച്ച് മേടിക്കണം. നമുക്കത് നല്ലോണം മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ടിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. അതിൻ്റെ മജ്ജ ഒന്നും പൊട്ടിപ്പോകാണ്ട് നല്ല വൃത്തിയിൽ കഴുകി എടുത്ത് നമുക്ക് കുക്കറിലേക്ക് ഓരോന്നോരോന്നായിട്ടിടാം. അപ്പോൾ ഈ ബീഫിലേക്ക് ഫസ്റ്റ് കുറച്ച് ഉപ്പിടുക, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ചെറിയ ജീരകവും കായ്മുളകും കൂടെ ഒന്ന് പൊടിച്ചെടുത്ത ഒരു പൊടി, ഇതിനാവശ്യത്തിനുള്ള മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. ഈ മസാലപ്പൊടികളൊക്കെ അതിൻ്റെ മുകളിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ചിട്ട് വിസിലടിപ്പിച്ചെടുക്കാം. ഒരു 7-8 വിസിലോളം കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഒന്ന് താളിച്ചെടുക്കാം. അപ്പോൾ താളിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു പാത്രം തന്നെ എടുക്കുക, കാരണം ചക്കയും കൊട്ടും എല്ലാം ഇതിലിട്ടിട്ട് മിക്സാക്കി എടുക്കേണ്ടതാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കുഞ്ഞുള്ളി, കായ്മുളക്, കറിവേപ്പിലെല്ലാം ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയ ശേഷം നമ്മൾ വേവിച്ച് കൊട്ടും എല്ലും ഇറച്ചിയൊക്കെ ഈ താളിച്ച് കടുകിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നല്ലോണം എണ്ണയിൽ കിടന്ന് വരണ്ട് വരണം. അപ്പോൾ ഇതിങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ചക്കപ്പരിപാടി നോക്കാം. അപ്പോൾ ഇതിൻ്റെ ചക്കയ്ക്കൊരു പാകമുണ്ട്. നല്ല പച്ചയും പാടില്ല, നല്ല പഴുത്തയും പാടില്ല. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ നടുവിലായിട്ട് നല്ലൊരു ലൈറ്റ് മഞ്ഞ കളറുള്ള ചക്ക വേണം നമ്മൾ പറിക്കാൻ. അപ്പോൾ ഉമ്മ ഈ ചക്ക വെട്ടിൻ്റെ എക്സ്പെർട്ട് ആയതുകൊണ്ട് ഉമ്മ അതൊക്കെ വെട്ടിത്തന്ന് നല്ലോണം ഒന്ന് കഴുകി വെള്ളമെല്ലാം അരിച്ചെടുത്ത് നെക്സ്റ്റ് കുക്കറിലേക്ക് നമുക്ക് ചക്ക ഇടാം. അതിലേക്ക് വേണ്ടുന്ന ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എല്ലാം ആഡ് ചെയ്തിട്ട് അതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കാം. അപ്പോൾ അത് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്കുള്ള അരപ്പിനായിട്ടുള്ള തേങ്ങ മിക്സിൻ്റെ ജാറിലേക്കിട്ട് കുറച്ച് വലിയ ജീരകം, പിന്നെ കുറച്ച് വെളുത്തുള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടി, അതിനാവശ്യത്തിനുള്ള കുറച്ച് വെള്ളം അതും കൂടി ഒഴിച്ചൊന്ന് അരച്ചെടുക്കരുത്, ഒന്ന് ക്രാക്ക് ചെയ്തിട്ടെടുക്കുക. ആ തേങ്ങൻ്റെ ആ ഒരു ഇത് കാണണം. അത് ഈ വെന്ത ചക്കയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ചക്ക നല്ലോണം മിക്സ് ചെയ്യുക. ചക്ക ഉടഞ്ഞ് വരണം നല്ലോണം. അതിനാണ് നമ്മൾ വരട്ടിയെടുക്കുക, വിരകിയെടുക്കുക എന്നെല്ലാം പറയുന്നത്. അപ്പോൾ നല്ലോണം ചക്ക അടിച്ചടിച്ച് നമ്മൾ ഈ മന്ത് എന്ന് പറയും, ഈ അടിക്കുന്ന ഈ മരത്തിൻ്റെ ഈ വടിനെ, അതിനെ കൊണ്ട് നല്ലോണം അടിച്ചെടുക്കാം. പിന്നെയാണ് ബീഫും കൊട്ടും ഈ ചക്കയിലേക്ക് ആഡ് ചെയ്തിട്ട് എല്ലാം മൊത്തത്തിൽ മിക്സാക്കുക. കുറച്ച് നല്ല പച്ചക്കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊരു 10-20 മിനിറ്റ് നല്ലോണം അടുപ്പിക്കിടന്ന് ഇതിങ്ങനെ വരട്ടി എടുക്കണം. അപ്പോൾ ചക്കയും എല്ലും കൊട്ടും ഇറച്ചിയൊക്കെ ഇട്ടിട്ടുള്ള നമ്മളെ ചക്ക വരട്ട് റെഡിയായി. ഇനിയൊന്നും നോക്കാനില്ല. അപ്പോൾ ബൈ.